ബഹുമാനപ്പെട്ട വികാരിയച്ഛ, കൊച്ചച്ഛ, ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്ന പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഭാരത മണ്ണിലേക്ക് രക്ഷയുടെ സുവിശേഷവുമായി എത്തിയ ക്രിസ്തു ശിഷ്യനാണ് തോമാസ് ലീഹ. ജൂലൈ 3-നാണ് തോമാസ് ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ സ്ഥാപകനായ തോമാസ് ലീഹ രക്തസാക്ഷ്യം വഹിച്ചതിന്റെ ഓർമ്മയാണ് ദുക്രാന തിരുനാൾ. ദുക്രാനയ്ക്ക് കേരളത്തിൽ തോറാന എന്നും പറയാറുണ്ട്. തോരാന മഴ പെയ്യുന്ന ദിവസം ആയതിനാലാണ് തോറാന എന്ന പേര് വന്നത്. AD 50-ൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ തോമാസ് ലീഹ എത്തി എന്നാണ് കരുതപ്പെടുന്നത്. പരാവൂർ, നിലയ്ക്കൽ, കൊല്ലം, കൊക്കമംഗലം, പാലായൂർ, മലയാറ്റൂർ എന്നിവിടങ്ങളിലാണ് തോമാസ് ലീഹ പള്ളി സ്ഥാപിച്ചത്. 7 പള്ളികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ പള്ളിയാണ് അരപ്പള്ളി. AD 72-ൽ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് കുത്തേറ്റാണ് തോമാസ് ലീഹ രക്തസാക്ഷിയായത്. തോമാസ് ലീഹയുടെ കബറിടം ഇപ്പോഴും മൈലാപ്പൂരിൽ തന്നെയാണുള്ളത്. പക്ഷേ ഭൗതിക അവശിഷ്ടം ഇറ്റലിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നും ക്രിസ്ത്യാനികൾ വെല്ലുവിളികളും പീഡനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കും അവരോട് കൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ശിഷ്യന്മാർക്ക് ധൈര്യം പകർന്ന യേശുവിന്റെ ധീരനായ അനുഗാമി തോമാസ് ലീഹ നമുക്കൊരു മാതൃകയാണ്. തന്നോടൊപ്പം സത്യത്തിന്റെയും ജീവന്റെയും വഴി തെരഞ്ഞെടുക്കുവാൻ ഏവരെയും പ്രേരിപ്പിക്കുന്ന വിശ്വസ്തനായ ശിഷ്യനാണ് തോമാസ് ലീഹ. ക്രിസ്തുവിനെ പ്രതി ജീവൻ നേടുന്ന ആ സ്നേഹത്തിലേക്ക് നമുക്കും വളരാം. സംശയത്തിന്റെ നിഴൽ മാറ്റി തോമാസ് ലീഹയെ പോലെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഏറ്റു പറയാൻ നമുക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.